ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു പ്രഗ്നൻസി ജേർണി ആയിരുന്നു. ആ പ്രഗ്നൻസി ജേർണി വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും പോയി കാണണം കേട്ടോ. അതിൽ ഞാൻ പറയുന്നുണ്ട് എനിക്ക് PCOS ഉണ്ടായിരുന്നു. സോ ഞാനൊരു ഡയറ്റ് എടുത്തിട്ടാണ് ഞാൻ പ്രഗ്നൻ്റ് ആയത്. ഒരു മെഡിസിൻ്റെ ഹെൽപ്പില്ലാതെ 3 മാസം എൻ്റെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഡയറ്റ് കൊണ്ടാണ് ഞാൻ കൺസീവ് ആയത് എന്നുള്ളത്. സോ ഞാനതിന് ചെയ്തത് ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് ആയിരുന്നു. പലതരത്തിലുള്ള ഫാസ്റ്റിംഗ് ഉണ്ട്, ലൈക്ക് കീറ്റോ, ഇൻ്റർമീഡിയൻറ്റ്, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഫാസ്റ്റിംഗ് ഉണ്ട്. ഞാൻ ഒരുപാട് ട്രൈ ചെയ്തിട്ട് ഒക്കെ പാതി വഴിയിൽ വെച്ച് നിർത്തിയിട്ടുള്ളതാണ്. പക്ഷേ ഈ ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ 16 മണിക്കൂർ അല്ലെങ്കിൽ 14 മണിക്കൂർ നമ്മൾ ഫാസ്റ്റ് ചെയ്താൽ ബാക്കി 8 മണിക്കൂർ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം. അങ്ങനെയായിരുന്നു. ഞാൻ ഈ ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ കൂടെ തന്നെ കലോറി ഡെഫിസിറ്റിലും ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് റിസൾട്ട് വന്നിട്ടുണ്ട്. ഞാനൊരു 3 മാസം കൊണ്ട് ഞാൻ 22 കിലോ വെയിറ്റ് കുറഞ്ഞു. കാരണം എനിക്കൊരു 5 kg കുറഞ്ഞാൽ തന്നെ മതിയെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് പീരീഡ്സ് ഇറഗുലർ ആയിരുന്നു. അത് പീരീഡ്സ് ആവണമെങ്കിൽ 5 kg, ഓവുലേഷൻ കറക്റ്റ് ആയി ഞാൻ 10 kg കുറയ്ക്കാനാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ കുറഞ്ഞു വന്നപ്പോൾ നമുക്ക് നമ്മുടെ ബോഡിയിൽ ചേഞ്ച് കാണുമ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ തോന്നും. പിന്നെ അങ്ങനെ ഞാൻ പ്രഗ്നൻ്റ് ആയി, ഇപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഇരിക്കുന്ന ഒരു ടൈമാണ്. സോ നമുക്ക് ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിങ്ങിൽ പോകാം. ഞാൻ സ്റ്റാർട്ട് ചെയ്തത് 14 hours ഫാസ്റ്റിംഗ് ആയിട്ടാണ്. ആദ്യം ഒരാഴ്ച 14 മണിക്കൂർ ഫാസ്റ്റ് ചെയ്ത് നോക്കി. പിന്നത്തെ ആഴ്ച, കാരണം നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ ഒറ്റയടിക്ക് 16 മണിക്കൂർ എടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു, ഇല്ലാത്തവരും ഉണ്ടാവും. സോ 14 hours എടുത്തു. പിന്നെ 16 hours, ഞാൻ 18 hours വരെ പോയിട്ടുണ്ട്. ഞാൻ മെയിനായിട്ട് ഉച്ചയ്ക്കാണ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യുക. കാരണം എനിക്ക് രാത്രി ഡിന്നർ കുറച്ച് ലേറ്റായിട്ടേ കഴിക്കാൻ പറ്റാറുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ഉച്ചയ്ക്കാണ് എൻ്റെ ഫസ്റ്റ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യുക. ഫസ്റ്റ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ഗ്ലാസ് ഗ്രീൻ ടീ. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, പിന്നെ നമുക്കത് ചായക്ക് വരെ അതെങ്കിലും കിട്ടിയാൽ മതി തോന്നും. ഞാൻ ഒരു ഗ്ലാസ് ഗ്രീൻ ടീയാണ് ഫസ്റ്റ് കുടിക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു പഴം കഴിക്കും, ഒരു റോബസ്റ്റ് പഴം ഞാൻ കഴിക്കും. എന്നിട്ട് ഞാൻ പിന്നെ ഉച്ചയ്ക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നത് ചോറ് ഞാൻ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തു. ചപ്പാത്തി കഴിക്കുമായിരുന്നു, 2 ചപ്പാത്തി കഴിക്കുമായിരുന്നു. അതിൻ്റെ കൂടെ ചിക്കൻ കറി, മുട്ടക്കറി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കും, എന്തെങ്കിലും കറികൾ കഴിക്കും. പിന്നെ 4 മണിക്ക് നമുക്ക് വിശക്കുന്ന സമയത്ത് വല്ല യോഗട്ട് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ പോപ്കോൺ അതൊക്കെ കഴിക്കുന്നു. ചായ ഞാൻ കുടിക്കില്ലായിരുന്നു, കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേപോലെ തന്നെ ഡിന്നറും ഞാൻ ചപ്പാത്തിയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതേ സെയിം കറി ആയിരിക്കും. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുമ്പോൾ ഉപ്പേരിയൊക്കെ ഉണ്ടാവും. പിന്നെ ഫുൾ ടൈം അങ്ങനെ എന്തെങ്കിലും ഇടയ്ക്ക് ചീറ്റ് ഡേ ആയിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ കഴിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഞാൻ കലോറി ഡെഫിസിറ്റ് ആയിരുന്നു. ഈ ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ കൂടെ തന്നെ ഞാൻ കലോറി ഡെഫിസിറ്റ് ആയിരുന്നു. ഈ കലോറി നമുക്കൊരു ആവറേജ് നമ്മുടെ കലോറി എത്ര വേണമെന്ന് നോക്കുക. ഇപ്പോൾ എൻ്റെ ഒരു ഇതിന് ഒരു 2000 വേണമെന്നുണ്ടായിരുന്നെങ്കിൽ ഞാനിതൊരു 1500 ഞാൻ കഴിക്കില്ലായിരുന്നു. അപ്പോൾ ഞാൻ 500 കലോറി അവിടെ ഒരു ദിവസം കുറയ്ക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ PMI ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എത്ര കലോറി ഒരു ദിവസം ഇൻടേക്ക് ചെയ്യണമെന്ന് അറിയാൻ പറ്റും. അതിന് നമ്മൾ കുറച്ച് കഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് റിസൾട്ട് വരും. ഒപ്പം തന്നെ ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിങ്ങും ചെയ്യുക. അതോടൊപ്പം തന്നെ എന്തെങ്കിലും തരത്തിലുള്ള എക്സസൈസും കൂടി ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടും കേട്ടോ. ഞാൻ കുറച്ച് എക്സസൈസുകളൊക്കെ കൺസീവ് ആവാൻ വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആർക്കെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഒരു വീഡിയോ ആയിട്ട് എന്തൊക്കെ തരം എക്സസൈസ് ചെയ്തതെന്നുള്ള കാര്യം പറയാം. പിന്നെ മെയിനായിട്ട് നമ്മുടെ ശരീരം അനക്കുക, വെറുതെ ചുമ്മാ ഇരിക്കണം. ഫുഡ് കഴിച്ചാൽ വെറുതെ ഇരിക്കാതിരിക്കുക, കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അടിപൊളി റിസൾട്ട് കിട്ടും. ഈ PCOD കാരണം പ്രഗ്നൻ്റ് ആവുന്നില്ല, മെഡിസിൻ കഴിച്ചിട്ട് ബുദ്ധിമുട്ടാണെന്നുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നിങ്ങൾക്ക് എന്തായാലും എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടാവാതിരിക്കില്ല. ഈ തടി കാരണം പ്രഗ്നൻ്റ് ആവാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് നല്ല അടിപൊളിയാണ്. നിങ്ങൾ നന്നായി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ടും കിട്ടും. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഓവുലേഷനും പീരീഡ്സ് കറക്റ്റാവും, ഓവുലേഷൻ കറക്റ്റാവും, പിന്നെ നിങ്ങൾ പ്രഗ്നൻ്റ് ആവും. അതിനുള്ള ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഞാൻ. വെറും 3 മാസം കൊണ്ടാണ് ഞാൻ പ്രഗ്നൻ്റ് ആയത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.